നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ മുസ്ലിം ക്രൈസ്തവ കമ്മ്യൂണിറ്റികൾക്കിടയിൽ ഇത്ര അകൽച്ചയുണ്ടായ ഘട്ടം മുമ്പുണ്ടായിട്ടുണ്ടോ? അതിനുവേണ്ടി ചില സംഘടനകൾ തന്നെ പ്രവർത്തിച്ചു. ഇത്രമേൽ മുസ്ലിം വിദ്വേഷ പ്രചരണങ്ങൾ നടത്തിയ ഘട്ടം മുമ്പുണ്ടായിട്ടുണ്ടോ? അഖിലേന്ത്യാ CPM തയ്യാറാകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിൽ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെയാണ്. ഇപ്പൊ മലപ്പുറവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനകൾ, അഭിമുഖം, ഇതൊക്കെ ഏതിലേക്കാണ് സൂചന നൽകുന്നത്? ആഭ്യന്തര വകുപ്പിന്റെ നിലപാട് എങ്ങനെയാണ്? ഇപ്പൊ AKG സെന്ററിൽ ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കുന്നു എന്ന് മുമ്പ് പറയാം. സാമൂഹ്യ ധ്രുവീകരണ ശ്രമങ്ങളെയുമൊക്കെ അതിശക്തമായി പ്രതിരോധിച്ചുകൊണ്ടാണ് വലിയ വിജയം UDF-ന് നൽകിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തു വന്നത്. സാമൂഹ്യ ധ്രുവീകരണം നടത്തി ഭരണ തുടർച്ച നേടാനുള്ള LDF-ന്റെ ശ്രമമാണ് കേരളം പരാജയപ്പെടുത്തിയത്. ഇടതുപക്ഷം രൂപപ്പെടുത്തിയ രാഷ്ട്രീയ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അഥവാ വിഭാഗീയതയും വിദ്വേഷവും ഒക്കെ വലിയ അളവിൽ പ്രചരിപ്പിച്ച് വിദ്വേഷത്തിന്റെ വിഷവിത്ത് പാകി മുളപ്പിക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് 3 സീറ്റുകളിൽ BJPക്ക് വിജയിക്കാനായത്. CPM സ്വീകരിച്ചത് സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന ആശയധാരയിൽ നിന്നുകൊണ്ടുള്ള കുപ്രചരണങ്ങളാണ് കേരളത്തിൽ നടത്തിയത്. സാമുദായിക ധ്രുവീകരണവും അതുപോലെയുള്ള നിരവധിയായ ശ്രമങ്ങളും നടത്തിക്കൊണ്ടാണ് അധികാരത്തിൽ തുടരാനുള്ള ശ്രമം CPM നടത്തിയത്. കേരളം അതിനെ അതിശക്തമായി പ്രതിരോധിച്ചു. അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണയിൽ അഥവാ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ വലിയ വിദ്വേഷ പ്രചരണങ്ങളും മറ്റും പണമൊഴുക്കിയും എല്ലാ ശ്രമവും കേരളത്തിൽ BJPയും നടത്തുകയുണ്ടായി. 3 സീറ്റുകളിൽ അവർക്ക് വിജയിക്കാൻ സാധിച്ചു എന്നത് ഏറെ ഗൗരവത്തിലാണ് കേരളം കാണേണ്ടത്. കാരണം BJP വിജയിച്ച ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിഗതികൾ വെച്ചുകൊണ്ട് തന്നെയാണ് ആ വിലയിരുത്തലിലേക്ക് ഞങ്ങൾ എത്തുന്നത്. കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ച ഇടതുപക്ഷ സർക്കാർ, പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പ്, RSS ദാസ്യത്തിലൂടെയാണ് മുന്നോട്ട് പോയത്. ഇത് ഞങ്ങളുടെ മാത്രം അഭിപ്രായമല്ല. ഇടതുപക്ഷത്തിലെ സമുന്നത നേതാക്കന്മാർ വരെ പല ഘട്ടങ്ങളിൽ ഈ അഭിപ്രായം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആനി രാജയുടെ അഭിപ്രായ പ്രകടനം നിങ്ങളുടെ മുമ്പിലുണ്ട്. മുമ്പ് സഖാവ് കോടിയേരി പറഞ്ഞ ചില അഭിപ്രായ പ്രകടനങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് വംശീയ വിദ്വേഷത്തിന്റെ സ്വഭാവത്തിൽ കേരളത്തെ നയിക്കുന്നവരാണ് എന്ന പ്രചരണം ശക്തമാണ്. മുസ്ലിം മതപരവൽക്കരണം നടത്തുക, വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുക, വംശീയാക്ഷേപങ്ങളും വർഗീയ പ്രചരണങ്ങളും ഒക്കെ നടത്തുന്നവരെ വലിയ അളവിൽ പ്രോത്സാഹിപ്പിക്കുക, ഇത്തരം ഒരുപാട് നയങ്ങളും രീതികളുമാണ് ഇടതുപക്ഷ ഗവൺമെന്റും വിശേഷിച്ചും CPM-ഉം സ്വീകരിച്ചത്. ഈ ധ്രുവീകരണ രാഷ്ട്രീയം അംഗീകരിക്കുകയില്ല എന്ന വലിയ താക്കീതാണ് കേരളം നൽകിയത് എന്ന് ഈ റിസൾട്ട് വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. BJPക്ക് വിജയമുണ്ടായി. CPM നടത്തിയ കുപ്രചരണങ്ങളും വിദ്വേഷ പ്രചരണങ്ങളും ഒക്കെ മെയ്യനങ്ങാതെ വിജയം കൊയ്യാൻ വഴിയൊരുക്കുന്ന രീതിയിലാണ് ഈ പ്രചരണങ്ങളൊക്കെ കേരളത്തിൽ ഇഫക്റ്റ് ചെയ്തത് എന്ന് 3 വിജയം മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. CPM ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി. ജനക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള നിരവധിയായ പ്രസ്താവനകൾ നടത്തി. കണ്ണിൽ പൊടിയിടാനുള്ള ഇത്തരം ശ്രമങ്ങൾക്കു പകരം കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ കാത്തിരക്ഷിക്കണം, സൗഹൃദാന്തരീക്ഷത്തെ കാത്തിരക്ഷിക്കണം എന്ന വിശാല താല്പര്യത്തോടെയാണ് കേരളം മുന്നോട്ട് പോയത്. അതിന്റെ വലിയ റിസൾട്ടാണ് ഉണ്ടായത്. അത്തരമൊരു മുന്നേറ്റം ഉണ്ടാകുവാനുള്ള കാരണം തന്നെ കേരളത്തിലെ മതനിരപേക്ഷ ബോധമുള്ള ജനാധിപത്യ വിശ്വാസികൾ
ഇടതുപക്ഷത്തിന്റെ നരേറ്റീവുകളെ സമ്പൂർണമായി പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് പോയതിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടായത്. അപ്പൊ മതനിരപേക്ഷതയെയും സഹവർത്തിത്വത്തെയും കാത്തുരക്ഷിക്കുന്ന ഒരു നിലപാട് ആണ് കേരളം ഉയർത്തിപ്പിടിച്ചത്. BJPയുടെ പരാജയം ഉറപ്പുവരുത്താൻ ഞങ്ങൾ ഉൾപ്പെടെ പലരും ശ്രമിച്ചിരുന്നു. കേരളത്തിൽ 10ഓളം മണ്ഡലങ്ങൾ BJPക്ക് ജയസാധ്യതയുള്ളതായി വിലയിരുത്തുകയും വളരെ സൂക്ഷ്മമായ പ്രവർത്തനങ്ങൾ അവിടെ വെൽഫെയർ പാർട്ടി സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിൽ 5ഇടങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെയാണ്, അവർക്ക് വോട്ട് നൽകിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ പ്രവർത്തനത്തിൽ ഇടപെട്ടത്. നിർഭാഗ്യവശാൽ 3ഇടങ്ങളിൽ CPMന് വിജയിക്കാൻ സാധിച്ചില്ല. അതൊരു ദൗർഭാഗ്യകരമായ കാര്യമാണ്. CPMന്റെ സിറ്റിംഗ് സീറ്റുകളാണ് നഷ്ടപ്പെട്ടത്. അവിടെ ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റുകളാണ് നഷ്ടപ്പെട്ടത്. ഞങ്ങൾ ഉൾപ്പെടെ അവിടെ ഇടതുപക്ഷം വിജയിക്കണമെന്ന നിലപാടിലാണ് മുന്നോട്ട് പോയത്. അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ഗൗരവത്തിൽ കേരളം വിലയിരുത്തേണ്ടതാണ്. അതേസമയം കാസർഗോഡും മഞ്ചേശ്വരവും പാലക്കാടും ഉൾപ്പെടെ UDFും BJPയും ശക്തമായി ഏറ്റുമുട്ടിയ മണ്ഡലങ്ങളിൽ UDFന് വിജയം ഉറപ്പിക്കാൻ സാധിച്ചു. ഒരുപാട് പ്രചരണങ്ങളും പല രീതിയിലുള്ള ചർച്ചകളുമൊക്കെ കേരളത്തിൽ ഉണ്ടായ മണ്ഡലങ്ങളാണിവ. പക്ഷേ പ്രബുദ്ധമായ മതനിരപേക്ഷ വോട്ടർമാർ ഒരുമിച്ച് നിന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടങ്ങളിൽ ശ്രദ്ധേയമായ വിജയം മതനിരപേക്ഷ ചേരികൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. BJPയുടെ ഒരു കോർപ്പറേറ്റ് ശൈലിയിൽ പ്രവർത്തിക്കുന്ന സംഘടനയോട് ചേർന്നുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. 2020 ഒരു രാഷ്ട്രീയ പാർട്ടിയാണോ എന്നത് ഇനിയും വിലയിരുത്തപ്പെടേണ്ടതാണ്. ഒരു നാട്ടിലുണ്ടായ സമരവുമായി ബന്ധപ്പെട്ട്, അവരുടെ തന്നെ സ്വന്തം കമ്പനിക്കെതിരെ ഉണ്ടായ സമരവുമായി ബന്ധപ്പെട്ടുണ്ടായ പാർട്ടിയാണ്. പിന്നെ രാഷ്ട്രീയ പാർട്ടിയായി മാറി തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭരണ മേഖലയിലെത്തി, ഏറ്റവും ഒടുവിൽ BJPയുമായി സഹകരിക്കുന്ന ലൈനിലേക്കെത്തി. പക്ഷെ ആ ഒരു വിദ്വേഷ രാഷ്ട്രീയവും കോർപ്പറേറ്റ് ശക്തികളും കോർപ്പറേറ്റ് രാഷ്ട്രീയ പാർട്ടിയും കൈകോർത്ത് പോയിട്ടും അവിടങ്ങളിലൊന്നും അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. തീർച്ചയായും കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം, അല്ലെങ്കിൽ വിശേഷിച്ചും അവസാനത്തെ 5 വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാൽ വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ അനൈക്യം സൃഷ്ടിക്കാൻ വലിയ ശ്രമങ്ങൾ ഉണ്ടായി. ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കാൻ ശ്രമിച്ചു. പ്രത്യേകിച്ചും മലപ്പുറം ജില്ലക്കെതിരെയുള്ള വലിയ ദുരാരോപണങ്ങളും വലിയ വിദ്വേഷ പ്രചരണങ്ങളും നടത്തി. അവരെയെല്ലാം സ്വീകരിക്കുന്ന നയം LDF സ്വീകരിച്ചു, മുഖ്യമന്ത്രി ഉൾപ്പെടെ. മലപ്പുറം ജില്ലയിലൊക്കെ വലിയ തിരിച്ചടിയാണ് CPMനുണ്ടായിരിക്കുന്നത്, ഇടതുപക്ഷത്തിനുണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ അത് വിദ്വേഷ പ്രചാരകരെ പൂവിട്ട് പൂജിച്ചവർക്ക് മലപ്പുറം ജില്ലയിൽ ഇടമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന റിസൾട്ടാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം അത് കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ, സോഷ്യൽ ഫ്രെയിമിനെ തകർക്കുന്ന നിലപാടിലേക്കുള്ള ഒരു തിരിഞ്ഞു നടത്തമായിരുന്നു CPM നടത്തിയത്. ഇത്തരം സംഗതികൾ സൂക്ഷ്മമായി വിലയിരുത്തി മതനിരപേക്ഷതയെ ശക്തമായി വളർത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ നടത്തണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അതേപോലെ തന്നെ CPMന്റെ ചില കോട്ടകളിൽ വിള്ളലുകളുണ്ടായ, കോട്ട എന്നുള്ള പ്രയോഗത്തിനൊന്നും യാതൊരു അർത്ഥമില്ല എന്നാണ് ഇപ്പോൾ കേരളം ഉറക്കെ പറയുന്നത്. അതിന്റെ വിശദാംശങ്ങളൊക്കെ നമുക്കറിയാം. നേതാക്കന്മാരെ അണികൾ തിരുത്തുന്നു എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് പയ്യന്നൂരിൽ സ്ഥാനാർത്ഥി മത്സരിച്ചത്. UDFന്റെ പിന്തുണ കൂടിയായപ്പോൾ അദ്ദേഹം വിജയിച്ചു. ഇടതുപക്ഷത്തെ തിരുത്താൻ CPM അണികൾ തന്നെ തയ്യാറാകുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ ഒരു കാര്യമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മതനിരപേക്ഷ മൂല്യബോധത്തിൽ നിന്ന് തിരിച്ചു നടക്കാൻ തീരുമാനിച്ചാൽ വലിയ പ്രതിരോധം അവരവരുടെ സംഘടനകൾ തന്നെ ഉണ്ടാകുമെന്ന് ഇടതുപക്ഷത്തെ ബോധ്യപ്പെടുത്തുന്ന റിസൾട്ട് കൂടിയാണിത്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി അതിൻ്റെതായ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി വർക്ക് ചെയ്തിരുന്നു. അതിൻ്റെതായ റിസൾട്ടും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്.
കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനങ്ങളെല്ലാം വിലയിരുത്തി, ഭരണകൂടത്തെ വിലയിരുത്തി, പ്രത്യേകിച്ചും സാമൂഹ്യ മേഖലയിലും വിവിധ മതജന വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ ശ്രമിച്ച ഭിന്നിപ്പുകളും മറ്റുമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ശക്തമായ നിലപാട് എടുക്കുന്ന ഗവൺമെന്റ് രൂപപ്പെടും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ജനകീയ സമരങ്ങളെ അടിച്ചമർത്തുന്ന നിലപാടുണ്ടായി. ആശാവർക്കർമാർ ഉൾപ്പെടെ വലിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം നടത്തിയിട്ടും അതിനെയൊന്നും മുഖവിലക്കെടുക്കാത്ത അവസ്ഥയുണ്ടായി. അത്തരം ഒരുപാട് സാഹചര്യങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെതിരെ നിലപാട് സ്വീകരിച്ചത്. നിരവധി ദളിത് സംഘടനകൾ ഈ തെരഞ്ഞെടുപ്പിൽ പരസ്യമായി UDFന്റെ കൂടെ നിന്നു. അതിന്റെ കാരണം ഗ്രാന്റ് ഉൾപ്പെടെ നിഷേധിക്കപ്പെടുകയും ഇവിടുത്തെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ കൂടെ നിൽക്കുന്നതിനു പകരം അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിനു പകരം നിലപാടെടുത്തപ്പോഴുള്ള ഒരു തിരിച്ചടി കൂടിയാണത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 2 കാര്യങ്ങളാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, വരാൻ പോകുന്ന ഗവൺമെന്റ് ഈ 10 വർഷം കേരളത്തിൽ CPMന്റെ നേതൃത്വത്തിൽ നടന്ന ഈ ദുർഭരണം, സാമൂഹ്യ മേഖലയിൽ ഉൾപ്പെടെ ഉണ്ടാക്കിയ അപകടങ്ങൾ, പരിക്കുകൾ തിരുത്തുകയും ഒരു വിശാലമായ സ്വഭാവത്തിൽ കേരളത്തിന്റെ മുന്നേറ്റത്തിന് പങ്കുവഹിക്കാൻ കഴിയും വിധമുള്ള ഗവൺമെന്റ് രൂപപ്പെടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുക. അതേപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അന്ന് അതിനു മുമ്പ് തന്നെ അവിടെ ഉണ്ടായ ഒരുപാട് വിഷയങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചിരുന്നു. 17,000 വോട്ടുള്ള മണ്ഡലം, പ്രത്യേകിച്ചും നമ്മുടെ ഭീമാപ്പള്ളി ഭാഗത്തൊക്കെ അങ്ങനെയുള്ള അവസ്ഥ ഞങ്ങൾ ഇവിടെ തന്നെ പത്രസമ്മേളനം നടത്തിയ പ്രഖ്യാപിച്ചിരുന്നു. അതേപോലെ തന്നെ ചെറിയ വോട്ടിന് വിജയിക്കാവുന്ന മണ്ഡലങ്ങൾ, അങ്ങനെ എന്തോ ഒരു അഡ്ജസ്റ്റ്മെന്റ് അന്നുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ നിഷേധിക്കാൻ കഴിയാത്ത വിധമുള്ള അവസ്ഥ കൂടി ഉണ്ടായിരുന്നു. CPMന്റെ കയ്യിലുണ്ടായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ നഷ്ടപ്പെട്ടു. ഇപ്പോൾ CPMന്റെ കയ്യിലുണ്ടായിരുന്ന 3 മണ്ഡലങ്ങൾ കൂടി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതിൽ 2 തിരുവനന്തപുരത്തിന്റെ മേഖലയിലുള്ളത് തന്നെയാണ്. 3 ഒരുപക്ഷെ തിരുവനന്തപുരം മേഖലയിലുള്ളതാണ്, കൊല്ലത്താണെങ്കിൽ. അതുകൊണ്ട് സൂക്ഷ്മമായി ഇതിന്റെ വിശകലനം നടത്തണം. മതനിരപേക്ഷ പാർട്ടികൾ, വിശേഷിച്ചും CPM എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നതൊക്കെ സൂക്ഷ്മമായി വിശകലനം നടത്തിയിട്ട് അതിനെ മറികടക്കാൻ കഴിയുന്ന വിശാലമായ മുന്നേറ്റം ഉണ്ടാകണമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷെ ഇതിനെയൊക്കെ വീണ്ടും വർഗീയ പ്രചരണങ്ങളിലൂടെയും മറ്റും നേരിടാൻ തീരുമാനിച്ചാൽ, ഒരു പാഠവും പഠിക്കാൻ തീരുമാനിക്കുന്നില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയായിരിക്കും ഇടതുപക്ഷത്തിനും CPMനൊക്കെ നേരിടാനുള്ളത് എന്നുകൂടി സൂചിപ്പിക്കുക. വെൽഫെയർ പാർട്ടിയുടെ നിലപാടുകളെ ജനങ്ങളിലെത്തിക്കുകയും വലിയ പിന്തുണ അതിന് ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം സഹകരിച്ച മുഴുവൻ സുഹൃത്തുക്കളുടെയും പങ്കാളിത്തമോ വലിയ നന്ദിയോട് ഓർമ്മിക്കുന്നു. പ്രത്യേകിച്ചും കേരള ജനത നൽകിയ ഈ വലിയ ഒരു പിന്തുണ മറ്റെല്ലാറ്റിനുമപ്പുറം വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെ കേരളത്തിന്റെ ഒരു കയ്യൊപ്പ് എന്ന നിലക്ക് തന്നെയാണ് ഞങ്ങൾ ഇതിനെ മനസ്സിലാക്കുന്നത്. BJPയും CPMും തമ്മിലുള്ള ഡീൽ എന്നത് വെൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ള പ്രചരണത്തിലുള്ള പൊളിച്ചടുക്കിയ ഒരു കാര്യമാണ്. അതായത് അത്തരമൊരു ഡീല് പ്രയോഗവൽക്കരിക്കാൻ കഴിയാത്ത വിധമുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം കേരളത്തിൽ രൂപപ്പെട്ടു. എന്തുകൊണ്ടാണ് CPMന്റെ സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെട്ടത് എന്ന് വളരെ ഗൗരവത്തിൽ CPM ഉൾപ്പെടെ പഠിക്കണം. കാരണം ഒരു മതനിരപേക്ഷ കേരളത്തിൽ 0 എന്ന നമ്പറിൽ നിന്ന് 3ലേക്ക് BJP എത്തി എന്നത് ഗൗരവത്തിലാണ് ഞങ്ങൾ കാണുന്നത്. ഈ 3 മണ്ഡലങ്ങളിലും വെൽഫെയർ പാർട്ടി CPMന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. പ്രചരണ പ്രവർത്തനങ്ങളും വോട്ട് സമാഹരിക്കാനുള്ള വർക്കുകളും ഒക്കെ നടത്തിയിരുന്നു. പക്ഷെ അത് വിജയത്തിലേക്ക് എത്തിയില്ല. അത് വളരെ ഗൗരവത്തിൽ കാണേണ്ട കാര്യമാണ്. ആ പഠനം അവർ നടത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെട്ടത് ഗൗരവത്തിലാണ് CPM കാണുക എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ വർഗീയ ധ്രുവീകരണം നടത്താൻ ശ്രമിക്കുന്നവർ അല്ലെങ്കിൽ വർഗീയ പരാമർശങ്ങൾ നടത്തുന്നവരെ പിന്തുണക്കുന്ന ഒരു നിലപാട് CPM സ്വീകരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ CPM ആണെങ്കിലും LDF ആണെങ്കിലും പറയുന്നത് കഴിഞ്ഞ 10 വർഷം കേരളത്തിലൊരു വർഗീയ കലാപം ഉണ്ടായിരുന്നു. വർഗീയ കലാപം കേരളത്തിൽ ഉണ്ടായില്ല എന്നൊക്കെയുള്ള വിശകലനങ്ങൾ നടത്തില്ല. പക്ഷേ കേരളത്തിന്റെ സാമൂഹ്യ മണ്ഡലത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന നിലപാടാണ് സ്വീകരിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ മുസ്ലിം ക്രൈസ്തവ കമ്മ്യൂണിറ്റികൾക്കിടയിൽ ഇത്ര അകൽച്ചയുണ്ടായ ഘട്ടം മുമ്പുണ്ടായിട്ടുണ്ടോ? അതിനുവേണ്ടി ചില സംഘടനകൾ തന്നെ പ്രവർത്തിച്ചു. ഇത്രമേൽ മുസ്ലിം വിദ്വേഷ പ്രചരണങ്ങൾ നടത്തിയ ഘട്ടം മുമ്പുണ്ടായിട്ടുണ്ടോ? പരിശോധിക്കപ്പെടേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ അത്തരം പ്രചരണങ്ങൾ നടത്തുന്നവർ സ്വീകാര്യരായി മാറുന്നു.
ഇടതുപക്ഷം മുമ്പ് ആ ലൈൻ സ്വീകരിക്കാറില്ലല്ലോ. അതിനെ നഖശികാന്തം എതിർക്കുന്ന നിലപാടുകളായിരുന്നു മുൻകാലങ്ങളിൽ സ്വീകരിച്ചിരുന്നത്. 10 വർഷം, വിശേഷം അവസാനത്തെ 5 വർഷം ആ നിലപാടുകളൊക്കെ മാറിയത് എന്തുകൊണ്ടാണ്? അതിനുള്ള തിരിച്ചടിയാണിത്. ഇത് വലിയൊരു കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചൊക്കെ കാണാം, ഉത്തരേന്ത്യയിലൊക്കെ BJP അധികാരത്തിൽ വരാൻ പ്രയോഗിച്ച അതേ ടൂളുകൾ പ്രയോഗിക്കുക. ഇപ്പോ ഗുജറാത്തിൽ അഹമ്മദ് പട്ടേൽ മുഖ്യമന്ത്രിയാകുമെന്ന് മുമ്പേ പ്രചരിപ്പിച്ചിരുന്നു. അത് അവരുടെ പ്രചരണ മാർഗമായിരുന്നു. കേരളത്തിൽ ചില മുസ്ലിം പേരുള്ള രാഷ്ട്രീയ ലീഡർഷിപ്പിനെ, കുഞ്ഞാലിക്കുട്ടിയെ, മറ്റു പലരെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ചർച്ചകൾ ആരാണ് ഉണ്ടാക്കുന്നത്? CPM ആണ്. ഞങ്ങൾ തന്നെ ഈ പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ പലയിടങ്ങളിലും പല കാൻഡിഡേറ്റുകളെ കുറിച്ചും വെൽഫെയർ പാർട്ടി നോമിനിയാണ് എന്നൊക്കെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഞങ്ങൾ UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചതുപോലെ മുമ്പ് LDF-നും പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ആ ഘട്ടത്തിലൊന്നും സ്ഥാനാർത്ഥി നിർണയത്തിലൊന്നും ഞങ്ങൾ യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ല. അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾ പുറത്തു നിന്ന് പിന്തുണക്കുന്ന ഒരു കക്ഷിയാണ്. പക്ഷേ ചില പ്രചരണങ്ങൾ നടക്കുന്നു. ഞങ്ങളെ കോഴിക്കോട് ജില്ലയിലെ ഞാൻ താമസിക്കുന്ന പേരാമ്പ്ര മണ്ഡലത്തിലാണ് അത്ര വലിയ പ്രചരണങ്ങളൊക്കെ നടത്തിയത്. എന്തിനാണ് ഈ പ്രചരണങ്ങളൊക്കെ നടത്തുന്നത്? സ്വാഭാവികമായ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നടത്തേണ്ട പ്രചരണങ്ങൾ നടത്താം. അതിനപ്പുറം സമുദായം, മതം, ജാതി ഇതൊക്കെ നോക്കി പ്രചരണങ്ങൾ നടത്തുക, BJP നരേറ്റീവുകൾ ആ സ്വഭാവത്തിൽ CPM പ്രചരിപ്പിക്കുക, ഇതാണ് ഞാൻ സൂചിപ്പിച്ചത്. വലിയ അളവിൽ വിദ്വേഷ പ്രചരണങ്ങൾ നടന്നു വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മാറാട് കലാപം നമ്മൾ ഒരിക്കലും ഓർമ്മിക്കാൻ ആഗ്രഹിക്കാത്ത വലിയൊരു കലാപമാണ്. ആരാ പറഞ്ഞത് ഇവിടെ UDF അധികാരത്തിൽ വന്നാൽ മാറാട് കലാപം ആവർത്തിക്കുന്നു? എന്തിനാണത് പറയുന്നത്? ചെറിയ ആളല്ലല്ലോ പറഞ്ഞത്. AK ബാലൻ അത് പറയുന്നു, മറ്റു പലരും ഏറ്റെടുക്കുന്നു. എന്തിനാണ് അങ്ങനെ പറയുന്നത്? ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്, വിദ്വേഷ പ്രചരണങ്ങൾ നടന്നു എന്നത്. അതിനെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് ആവശ്യമാണ്. അത് ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വിജയിക്കാൻ വേണ്ടി അവർ രൂപപ്പെടുത്തിയതാണെങ്കിൽ, ഏതെങ്കിലും PR ഏജൻസി പറഞ്ഞിട്ട് നടത്തിയതാണെങ്കിൽ അതിനെയൊക്കെ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കേണ്ട കാലമായിരിക്കുന്നു എന്നാണ് ഞങ്ങൾ പറയുന്നത്. ആ താക്കീതാണ് CPM-ന്, ഇടതുപക്ഷത്തിന് കേരളം നൽകിയിരിക്കുന്നത്. അത് തിരിച്ചറിയാനും ഉൾക്കൊള്ളാനും കഴിയാതെ വേറെ ചില വർത്തമാനങ്ങൾ പറഞ്ഞു പോയാൽ ഒരിക്കലും അത് കേരളത്തില് CPM-ന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലാക്കും എത്തുക എന്നതും കൂടി അവർ മനസ്സിലാക്കണം എന്നാണ് നമുക്ക് പറയാം. അവസാനത്തെ ഇടതുപക്ഷ സർക്കാർ അതെ, ഈ സമയത്ത് ഒരു സംഘടിത രാഷ്ട്രീയ പാർട്ടി അതിനെ UDF അധികാരത്തിൽ വരുമ്പോൾ ആ ഇടതുപക്ഷം ഇല്ലാതാവുമ്പോൾ ഒരുപാട് മനസ്സുകൾ അതിനെ ഇതാക്കുന്നു. അപ്പൊ അതിനോട് ആഹ്ലാദം പ്രകടിപ്പിച്ചൊരു വാർത്താസമ്മേളനം നടത്തിയപ്പോൾ ഞങ്ങൾ യാതൊരു ആഹ്ലാദവും അതിൽ പ്രകടിപ്പിക്കുന്നില്ല. ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞ വാക്കുകളിലെല്ലാം യഥാർത്ഥ ലൈനിലേക്ക് ഇടതുപക്ഷം തിരിച്ചു വരണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അത് ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. CPM-ഉം ഇടതുപക്ഷവും എത്തിച്ചേർന്നിരിക്കുന്ന പ്രതിസന്ധി അവർ തിരിച്ചറിയണം. ഇത് കുറെ കാലമായി പറയുന്നതാണ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്തതും പല രൂപത്തിൽ വിമർശിക്കപ്പെടുകയൊക്കെ ചെയ്തത് CPM-ന്റെ ഈ കഴിഞ്ഞ കുറച്ചു കാലത്തെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് കാണാം. ഇപ്പൊ ഞങ്ങൾ പറയുന്നത് ഇടതുപക്ഷം തകരരുത് എന്നാണ്. ഞങ്ങൾ മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് മുമ്പേ കേരളത്തിലെ നിരവധിയായ സാംസ്കാരിക പ്രവർത്തകർ ഇത് പറഞ്ഞു. സച്ചിദാനന്ദൻ മാഷ് പറഞ്ഞു. CPM-ന്റെയും ഇടതുപക്ഷത്തിന്റെയും കൂടെ സഞ്ചരിച്ച സാംസ്കാരിക മേഖലയിലെ ശ്രദ്ധേയരായ വ്യക്തിത്വങ്ങൾ പലതും പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇടതുപക്ഷം നിലനിൽക്കണമെന്ന് നമുക്ക് യാതൊരു തകരണം എന്ന് നമുക്ക് ആർക്കും അഭിപ്രായമില്ല. പ്രത്യേകിച്ച് ഇന്ത്യയിൽ വംശീയ ഫാസിസത്തിനെതിരെ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന പ്രസ്ഥാനങ്ങളിൽ ശ്രദ്ധേയമായ ഒരു പ്രസ്ഥാനമാണ് CPM. പക്ഷേ അവർ ലൈൻ മാറിയാൽ എന്ത് ചെയ്യും? ഇന്ത്യയിലെ CPM-നെ കുറിച്ചല്ല ഞങ്ങൾ പറയുന്നത്. കേരളത്തിലെ CPM-ന്റെ രീതി അതിൽ നിന്ന് ഭിന്നമാണ് എന്ന് അനുഭവങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും. ഇത്രമേൽ വിദ്വേഷ പ്രചരണം നടത്തിയ ഒരാളെ സ്വീകരിക്കാൻ അഖിലേന്ത്യാ CPM തയ്യാറാകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിൽ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെയാണ്. ഇപ്പൊ മലപ്പുറവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനകൾ, അഭിമുഖം, ഇതൊക്കെ ഏതിലേക്കാണ് സൂചന നൽകുന്നത്? ആഭ്യന്തര വകുപ്പിന്റെ നിലപാട് എങ്ങനെയാണ്? ഇപ്പൊ AKG സെന്ററിൽ നിന്ന് ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കുന്നു എന്ന് മുമ്പ് പറയാം. അങ്ങനെയല്ല എന്ന് പറഞ്ഞത് ആരാണ്? ആനി രാജയെ പോലെയുള്ള പ്രഗത്ഭരാണ്. ഇതെന്തുകൊണ്ടാണ് പറയേണ്ടി വരുന്നത്? അത് തിരുത്തണം. അത് തിരുത്തി ഇടതുപക്ഷം ശക്തമായി തിരിച്ചു വരണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇല്ലെങ്കിൽ സംഘപരിവാറിനെ പ്രതിരോധിക്കാനുള്ള മതനിരപേക്ഷ ചേരികൾ ഇല്ലാതാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ അഭിപ്രായം. ഇത് BJP-ന്റെ തന്ത്രാണല്ലോ, നമുക്കറിയാം.
വെസ്റ്റ് ബംഗാളിലെ ഏറ്റവും ഇന്നലത്തെ റിസൾട്ട് ഏറെ ഗൗരവത്തിലാണ് നമ്മൾ കാണേണ്ടത്. അവിടെ പ്രതിരോധം തീർക്കാനുണ്ടായിരുന്ന TMC പരാജയപ്പെടുകയാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെ പരാജയപ്പെടുക. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതിന് പല മാനങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതാണ്. ഇലക്ട്രൽ തട്ടിപ്പുകളും മറ്റുമൊക്കെ ചർച്ചയിൽ വരുന്നുണ്ട്. ലക്ഷക്കണക്കായ നിരവധി ആളുകളുടെ വോട്ട് SIR തള്ളിയത് വരുന്നു. ഇനി എന്തവസ്ഥയിലേക്കാണ് വെസ്റ്റ് ബംഗാൾ എത്തുക എന്നതൊക്കെ മറ്റൊരു ചർച്ചയാണ്. ഇതൊരു ഗൗരവത്തിലാണ് കാണേണ്ടത്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഇടതുപക്ഷം അതിന്റെ യഥാർത്ഥ മൂല്യങ്ങൾ തിരിച്ചു പിടിക്കണം. അത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങളുമായി രാഷ്ട്രീയ വിയോജിപ്പുകൾ പലതുണ്ട്, അതല്ല ഞങ്ങൾ ഉന്നയിക്കുന്നത്. പകരം ഇവർ സ്വീകരിച്ച ഒരുപക്ഷെ ഭരണത്തിന്റെ പോരായ്മകളെക്കാൾ ഏറ്റവും അപകടകരമായ രീതിയാണ് സോഷ്യൽ ഫാബ്രിക്കിനെ തകർക്കുന്ന രീതിയിൽ അവർ സ്വീകരിച്ച നിലപാട് എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇടതുപക്ഷത്തിന്റെ പല ഈ പ്രവർത്തകർക്കിടയിൽ അല്ലെങ്കിൽ അണികൾക്കിടയിൽ അതാണ് ഞാൻ സൂചിപ്പിച്ചത്. നിങ്ങൾക്കറിയാലോ, പിന്നെ പയ്യന്നൂര്, തളിപ്പറമ്പ്, അമ്പലപ്പുഴ ഇടതുപക്ഷത്തിൽ നിന്ന് ഇങ്ങനെ സാധാരണ ആളുകൾ വിട്ടുപോയി സ്വതന്ത്രരായി മത്സരിച്ച് UDF നിന്നും ജയിക്കുന്ന സാഹചര്യം ഒരിക്കലും കേരളത്തിൽ മുമ്പ് ഇതുപോലെ ഉണ്ടായിട്ടില്ല. ചെറിയ രൂപത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും പക്ഷെ ഇതൊരു വലിയ താക്കീതാണ്. അത് നമ്മുടെ പയ്യന്നൂരിലെ സ്ഥാനാർത്ഥി നിയുക്ത MLA തന്നെ പറഞ്ഞ പോലെ നേതൃത്വത്തെ അണികൾ തിരുത്തുന്നു എന്ന പുസ്തകം അതൊരു താക്കീതാണ്. അത് തന്നെയല്ലേ സംഭവിച്ചത്. ഇപ്പോ ധർമ്മടത്തൊക്കെ ഭൂരിപക്ഷം നിങ്ങൾ തന്നെ റിപ്പോർട്ട് വളരെ ചാനൽ കാണുമ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടതാണ് എത്ര ഉദ്യോഗജനകമായിട്ടാണ് ഓരോരുത്തർ റിപ്പോർട്ട് ചെയ്തത്. 5 റൗണ്ട് വരെ അല്ലെ 6 റൗണ്ട് വരെ പിണറായി വിജയൻ പിന്നിൽ നിൽക്കുന്നു. 50,000-ലധികം വോട്ടിന് ജയിച്ച അല്ല എത്രത്തോളം വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലത്തിൽ ജയിച്ചത് അല്ലെങ്കിൽ തോൽവിക്കടുത്തുള്ള ജയം എന്നൊക്കെ പറയാവുന്ന രൂപത്തിലാണ് ജയിച്ചത്. ഇതൊരു താക്കീതല്ലേ? അതായത് കേരളത്തിലെ മുഖ്യമന്ത്രിയെ തന്നെ ധർമ്മടം പാഠപ്പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തിരുത്തലുകൾക്ക് തയ്യാറാകണമെന്നാണ്. ഇപ്പോ അതിന് പല കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം ഇടതുപക്ഷ പ്രവർത്തകർ CPM പ്രവർത്തകർ തന്നെ ഒരു തിരുത്തൽ ആഗ്രഹിക്കുന്നു എന്നതാണ്. ആ തിരുത്തൽ കേരളം കൂടി ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് പ്രഖ്യാപിക്കുന്നത്. അത് വേണം, സംഭവിക്കണം എന്നാണ് അഭിപ്രായം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടി പരസ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് പിന്തുണ സർക്കാർ അധികാരത്തിൽ വന്ന നിലവിലെ സാമൂഹ്യ സാഹചര്യം മാറ്റാവുന്ന രാഷ്ട്രീയം അവർക്കുണ്ടോ? നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം അവർക്കുണ്ടോ എന്ന് വിശ്വസിക്കുന്നുണ്ട്? പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഹിന്ദുത്വത്തെയൊക്കെ വെൽഫെയർ പാർട്ടി രാഷ്ട്രീയപരമായി തന്നെ ദേശീയ തലത്തിലൊക്കെ ചോദ്യം ചെയ്യുന്ന സന്ദർഭം കൂടി. ഇപ്പോ ഇവിടെ നിങ്ങൾ പറയുന്ന ഈ സാമൂഹ്യ സാഹചര്യത്തെ മാറ്റാനുള്ള രാഷ്ട്രീയം UDF-ന് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. അല്ല, ഇന്ത്യയിലെ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പൊ ഇന്ത്യയിൽ BJP ഭരണത്തിലാണ്. BJP-യെ പ്രതിരോധിക്കാൻ ഇന്ന് ഇന്ത്യ രാജ്യത്ത് നേതൃത്വം കൊടുക്കുന്നത് ഇന്ത്യ മുന്നണിയാണ്. ഇന്ത്യ മുന്നണിയിലെ ലീഡിംഗ് പൊസിഷനിലുള്ളത് കോൺഗ്രസ്സാണ്. കേരളത്തിൽ UDF അത്തരം ഒരു പൊളിറ്റിക്സിൽ ലൈനിലേക്കാണ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും കേരളത്തിൽ 10 വർഷം ഭരിച്ച ഇടത് സർക്കാരിന്റെ നയനിലപാടുകളെ പ്രതിരോധിക്കാൻ ഉള്ള ഒരു അനിവാര്യ വഴി എന്ന നിലക്കാണ് കേരളം ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടത്. കാരണം ഇല്ലെങ്കിൽ സംഭവിക്കുക ത്രിപുരയിൽ സംഭവിച്ചതാണ്, ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ സംഭവിച്ചതാണ്. നിരവധി വർഷം അവിടെ ത്രിപുരയിലൊക്കെ CPM ഭരിച്ചു. മതനിരപേക്ഷ ചേരിയെ ദുർബലപ്പെടുത്താൻ വളരെ ബോധപൂർവമായ ശ്രമം BJP നടത്തി. ആ ശ്രമമാണ് കേരളത്തിൽ നടത്തുന്നത് എന്ന് ഞങ്ങൾ പറയുന്നത്. ഇപ്പൊ റിസൾട്ടിന്റെ തലേ ദിവസം ഇതിലേതോ ഒരു ചാനലിന്റെ ചർച്ചയിൽ BJP-യുടെ ഒരു നേതാവ് പറഞ്ഞിരുന്നു, തുടർഭരണം BJP തുടർഭരണം ആഗ്രഹിക്കുന്നു, അത് ആഗ്രഹിക്കുന്നവർ LDF-ന് വോട്ട് ചെയ്യും. അങ്ങനെയൊക്കെ എന്താ ഒരു BJP ലീഡർ എന്താ 6 പ്രസ്താവനകൾ ഞങ്ങൾ തന്നെ മുമ്പത്തെ ഒരു പത്രസമ്മേളനത്തിൽ ഞങ്ങൾ മുമ്പിൽ വെച്ചിരുന്നു. എന്തിനാണ് അങ്ങനെ പറയുന്നത്? BJP ജയിക്കണം എന്ന് പറയട്ടെ, LDF ജയിക്കണം എന്തിനാണ് അവർ പറയുന്നത്? അതിന്റെ ഒരു തന്ത്രം തിരിച്ചറിഞ്ഞു എന്നതാണ് കേരളം ഈ തെരഞ്ഞെടുപ്പിലൂടെ അതിശക്തമായ പ്രഹരം CPM-നും ഇടതുപക്ഷത്തിനും കൊടുത്തതിന്റെ കാരണമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. UDF-ന്റെ ഭരണത്തെ ഞങ്ങൾ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. കാരണം അതൊരു ഇൻക്ലൂസീവ് പൊളിറ്റിക്സിന്റെ ലൈനിൽ നിന്ന് മുന്നോട്ട് പോകുന്ന ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്കും അതിൽ ബാധ്യതയുണ്ട്.
കേരളത്തോട് പല രീതിയിൽ പറഞ്ഞ കാര്യങ്ങളെ ആ സ്വഭാവത്തിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. യുഡിഎഫിന്റെ വിജയത്തിന് ഒരു പാട്ടായിരുന്നു പാട്ട്. പാലക്കാട് അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് എന്നാണ് നമ്മുടെ നാട്ടുപുറത്തുള്ള ഒരു പറയുന്നത്. പണ്ട് LDF-ന്റെ കൂടെ ജമാഅത്ത് ഇസ്ലാമി ഒപ്പം നിന്ന സമയത്ത് ചില ബോർഡുകൾ, സഞ്ചാര കമ്മിറ്റി, പലരുടെ കമ്മിറ്റി, കമ്മിറ്റി ഒക്കെ ഒരു പ്രാതിനിധ്യം ജമാഅത്ത് ഇസ്ലാമിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടില്ല ഇന്ന് അത്തരം ചില പ്രതീക്ഷകളോ ആഗ്രഹങ്ങളോ പാർട്ടിക്കുണ്ടോ? വെൽഫെയർ പാർട്ടി നിങ്ങൾക്ക് അറിയാവുന്ന പോലെ 15 വർഷമായി രൂപീകരിക്കപ്പെട്ടിട്ട് ഞങ്ങൾ ആദ്യമായി സഹകരിച്ചത് LDF-ഉമായിട്ടാണ്, CPM-ഉമായിട്ടാണ്. ഞങ്ങൾ ആ ഘട്ടത്തിൽ പഞ്ചായത്ത് ഇലക്ഷനിൽ അവരുമായി ധാരണയായിട്ടുണ്ട്, പ്രാദേശിക നീക്കുപോക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്തരം പ്രാദേശിക നീക്കുപോക്കുകൾ UDF-ഉമായി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ മുന്നണിയുടെ അകത്തുള്ളൊരു കക്ഷിയല്ല. രാഷ്ട്രീയ കാരണങ്ങളാൽ, ഞാൻ നേരത്തെ വിശദീകരിച്ച രാഷ്ട്രീയ കാരണങ്ങളാൽ UDF-ന് പിന്തുണ കൊടുത്തതാണ്. അത് ഒരു പാലം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്ന തിയറി ഇതിന് ഇപ്പോൾ ബാധകമല്ല. ആ രീതിയിലേക്കല്ല ഞങ്ങളുടെ പിന്തുണ നമ്മൾ കാണുന്നത്. പിന്നെ പുറത്തു നിന്നുകൊണ്ട് ഒരു രാഷ്ട്രീയ കാരണത്താൽ, ഒരു പൊളിറ്റിക്കൽ കോസിനെ മുൻനിർത്തി ഞങ്ങൾ ഉയർത്തിയ ഒരാശയത്തിൽ നിന്നുകൊണ്ടാണ് പിന്തുണ കൊടുത്തത്. അത് ആ സ്വഭാവത്തിൽ തന്നെയാണ് മുന്നോട്ട് പോവുക. ഇപ്പോൾ ഏതായിരുന്നാലും ഒരു മുന്നണി പ്രവേശനത്തിന്റെ ചർച്ചയും മറ്റും ഞങ്ങൾ ഉണ്ടായി വന്നിട്ടില്ല. എല്ലാ മുന്നണി പ്രവേശനം ചർച്ചയെന്നൊക്കെ അടഞ്ഞ അധ്യായമൊന്നും ഞങ്ങളുടെ മുമ്പിൽ അഭിപ്രായമില്ല. ഞങ്ങളൊരു രാഷ്ട്രീയത്തെ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനമാണ്. ഇവിടുത്തെ ഭൂമിയുടെ രാഷ്ട്രീയം, സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ, സംവരണത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ, ഇത്തരം വിഷയങ്ങൾ, ജാതി സെൻസസ് പോലെയുള്ള വിഷയങ്ങളൊക്കെ ഏറ്റെടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ആ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിലുള്ള രാഷ്ട്രീയ സഹകരണവും ഇടപെടലും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിന് തടസ്സമല്ല. ഇപ്പോൾ പാലിട്ടിട്ടില്ല, നമ്മളൊരു പുറത്തു നിന്നൊരു സഹകരണം ഉണ്ടാക്കുകയാണ് ചെയ്തത്. പാലിട്ടാ പാലത്ത് മുകൾ കടന്ന് അപ്പുറം എത്തുമല്ലോ. അധികാരമല്ലേ പ്രധാനപ്പെട്ടത്? ഭാഗമായി അല്ല, അതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പവർ പൊളിറ്റിക്സ് നിർണായകമാണ്. പക്ഷേ ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയത്തിന് തന്നെ പവർ പൊളിറ്റിക്സിൽ ഇടം കിട്ടുന്ന സ്വഭാവത്തിലുള്ള ഒരു മുന്നണി പ്രവേശനം ഒക്കെയാണ് സംഭവിക്കേണ്ടത്. ഇപ്പോൾ അതിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെ അറിയാലോ. ഈ ആശയങ്ങളും കാഴ്ചപ്പാടുകളും ഉയർത്തിക്കൊണ്ടുള്ള പ്രക്ഷോഭങ്ങളൊക്കെ ഞങ്ങൾ നിരന്തരമായി നടത്തിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള സാമൂഹിക മാറ്റങ്ങളൊക്കെ ചെറിയ അളവിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പുതിയ പൊളിറ്റിക്കൽ കോസ്, ഒരു സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ വഴിയായിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനത്തെ ഞങ്ങൾ കാണുന്നത്. സാമ്പ്രദായികമായ പാലയം മെഡൽ ഞങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. ബാക്കി കാര്യങ്ങളൊക്കെ ഓരോ ഘട്ടത്തിൽ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് സംസാരിക്കാവുന്നത്. യുഡിഎഫ് സർക്കാർ വരുമ്പോ പാർട്ടി പ്രതിപക്ഷത്തിന്റെ റോളിലായിരിക്കോ അത് യുഡിഎഫിനോട് സഹകരിച്ച് ഭരണകക്ഷിയോട് സഹകരിക്കുന്ന റോളായിരിക്കും? അല്ല, ഞങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോൾ അത് വ്യക്തമാക്കേണ്ടതില്ല. കാരണം നമുക്ക് ആശയപരമായി വിയോജിപ്പുണ്ടാകുന്ന ഒരു ലൈനിൽ UDF പോകില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം ഞങ്ങളുടെ മാത്രം ഒരു പിന്തുണയല്ല, കേരളത്തിന്റെ പിന്തുണയാണ്. അതൊരു വിശാലമായ രാഷ്ട്രീയ താല്പര്യം മുമ്പിൽ വെച്ചുകൊണ്ടാണ്. അതിനെ മുഖവിലക്കെടുത്തുകൊണ്ടുള്ള ഒരു ഗവൺമെന്റ് ആയിരിക്കും ഉണ്ടാകുക എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴല്ലേ നോക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് പ്രതീക്ഷയാണ്. ഇപ്പോൾ തന്നെ എന്തിനാ എല്ലാ പ്രതീക്ഷയും ഇല്ലാതെ തച്ചുടക്കുന്നു? നമ്മൾ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ ജനം നൽകിയ ഈ വലിയ മാൻഡേറ്റ്, ഈ പിന്തുണ വലിയ ഒരു ആശയപരമായ മുന്നേറ്റമായി UDF മനസ്സിലാക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നതാണ്. അത് തന്നെയാണ് നമ്മൾ ആഗ്രഹവും. അതിനെ തിരുത്താനൊക്കെ നിങ്ങളൊക്കെ ഉണ്ടല്ലോ, പോരായ്മകൾ വരുമ്പോൾ തിരുത്താനൊക്കെ. മുഖ്യമന്ത്രി ആരാകണമെന്ന് ഞങ്ങൾ അഭിപ്രായം പറയുന്നില്ല, പറയേണ്ട ആവശ്യമില്ല. ഞങ്ങള് പാലം കടന്ന് അങ്ങോട്ട് എത്താത്തൊരു കക്ഷി കൂടി ആയതുകൊണ്ട് പ്രത്യേകിച്ച് അതിൽ അഭിപ്രായം പറയേണ്ടിയില്ലല്ലോ. അതേസമയം ഞങ്ങൾക്ക് നിലപാടുണ്ട്. ഒരു കൃത്യമായ ഒരു രാഷ്ട്രീയ ആശയത്തെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് കേരള ജനത UDF-നെ പിന്തുണച്ചത്. ആ രാഷ്ട്രീയ ആശയങ്ങളും കുറെ കൂടി ഇൻക്ലൂസീവായ, ജനങ്ങളെയെല്ലാം സ്വീകരിക്കുന്ന വിവിധ ജനവിഭാഗങ്ങൾ, വിവിധ ആശയങ്ങൾ, വിവിധ കാഴ്ചപ്പാടുകൾ, വിശേഷിച്ചും വംശീയ വിദ്വേഷ പ്രചരണങ്ങൾക്കൊക്കെ അറുതി വരുത്താൻ കഴിയുന്ന ഒരു മുന്നേറ്റം ആണ് കേരളം ആഗ്രഹിക്കുന്നത്. ആ ഒരു ആശയമണ്ഡലത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ഗവൺമെന്റ് നിലവിൽ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുക. മന്ത്രിമാരാരാകണം, മുഖ്യമന്ത്രി ആരാകണമെന്നും ഞങ്ങൾ അഭിപ്രായം പറയുന്നില്ല. അതൊക്കെ ഉചിതമായ തീരുമാനം UDF എടുക്കും.